നമസ്കാരം. മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു ആട്. ആടിൻ്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ, ആദ്യത്തെ ഭാഗം വന്നപ്പോൾ രണ്ടാമത്തെ ഭാഗം എത്രയും വേഗം പുറത്തു വരണമെന്ന് മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ചു. അങ്ങനെ രണ്ടാം ഭാഗം പുറത്തു വന്നു. അതിൽ രണ്ടാം ഭാഗം പുറത്തു വന്ന ഉടൻ തന്നെ മലയാളികൾ ചോദിക്കാൻ തുടങ്ങിയത് ഇതിൻ്റെ മൂന്നാം ഭാഗം എവിടെയെന്നാണ്. എന്നാൽ സംവിധായകൻ അപ്പോൾ പറഞ്ഞത് അത് തിരക്ക് പിടിച്ച് ചെയ്യുന്നില്ല, എന്നാൽ ചെയ്യാതിരിക്കുകയുമില്ല. കുറച്ച് വൈകിയാണെങ്കിലും ആടിൻ്റെ മൂന്നാം ഭാഗം പുറത്തിറങ്ങും എന്ന് തന്നെയായിരുന്നു. ഇപ്പോഴിതാ അതിൻ്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആട് 3 മാർച്ച് 2025 മാർച്ചിൽ തിയേറ്ററുകളിലെത്തും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ മിഥുൻ മാനുവൽ നടത്തിയിരിക്കുന്നത്. ചുമ്മാതെ വന്ന് പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി കൂടി പ്രേക്ഷകർക്കായി സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാണിച്ചുകൊണ്ടാണ് മിഥുൻ മാനുവൽ തോമസ് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പുതിയ ചിത്രത്തിൻ്റെ പേര് ആട് 3-1 ലാസ്റ്റ് റൈഡ് എന്നാണ്. ആട് 3-1 ലാസ്റ്റ് റൈഡ്. അങ്ങനെ അതിൻ്റെ ചിത്രീകരണത്തിലേക്ക് ഏകദേശം ജനുവരി ആദ്യത്തോടു കൂടി കടക്കുമെന്നാണ് മിഥുൻ മാനുവൽ തോമസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിന് ചില ആശയക്കുഴപ്പങ്ങളില്ലേ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. കാരണം ഇപ്പോൾ നടൻ ജയസൂര്യ ചില കേസുകളുമായി ബന്ധപ്പെട്ട്, പീഡന വിവാദവുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകളിലാണ്. അത് അദ്ദേഹത്തെ എങ്ങനെ ബാധിക്കും, അദ്ദേഹത്തിൻ്റെ സിനിമ വന്നാൽ എങ്ങനെയാണ് ജനം സ്വീകരിക്കുക എന്നൊക്കെയുള്ള ആശങ്കകൾ ഇപ്പോൾ നിലവിലുണ്ട്. കാരണം കത്തനാർ കോടികൾ മുടക്കി ചെയ്യുന്ന ഒരു മെഗാ പ്രോജക്റ്റ്, കുകുലം ഗോപാലിൻ്റെതായി അണിയിച്ചൊരുക്കുന്ന ഒരു മെഗാ പ്രോജക്റ്റിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം മറ്റ് സിനിമകൾക്കൊന്നും ഇടം കൊടുക്കാതെ മറ്റു സിനിമകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ടുള്ള ഒരു ചിത്രീകരണ രീതിയായിരുന്നു ജയസൂര്യ ചിത്രീകരണവുമായിട്ടാണ് മുന്നോട്ട് വന്നത്. എന്നാൽ അതിനിടയിൽ ഈ കത്തനാർ പുറത്തിറങ്ങാൻ വളരെ കുറച്ച് നാൾ നിലനിൽക്കെയാണ് ഈ പീഡന ആരോപണം അദ്ദേഹത്തിന് മേൽ കെട്ടിവെക്കുന്നത്. പിന്നീട് അമേരിക്കയിലേക്ക് അദ്ദേഹം പോവുകയും അമേരിക്കയിൽ 3-4 മാസത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും തിരിച്ചെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നിരുന്നു. പക്ഷേ അതിൻ്റെ കേസിൻ്റെ ബാക്കി പത്രം എന്തായി എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇപ്പോഴും അറിയില്ല. അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴായി പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. കത്തനാർ എപ്പോൾ ഇറങ്ങും, ഈ 2024 ഇറങ്ങുമോ, 24 ഡിസംബറിലേക്ക് ഇറങ്ങുമെന്നായിരുന്നു ആദ്യം കേട്ടിരുന്നത്. അതായത് ക്രിസ്മസ് റിലീസായി ഇറങ്ങുമെന്നാണ് കേട്ടിരുന്നത്. പക്ഷേ ഈ കേസുമൊക്കെയായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ 2024 അതിൻ്റെ റിലീസിങ് ഉണ്ടാവില്ല എന്നും 2025 ആദ്യ ഭാഗം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നാണ് പിന്നീട് പ്രഖ്യാപനം വന്നത്. എന്തായാലും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള നടപടികൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള വലിയ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എങ്കിലും അതിനിടയിലാണ് ഇപ്പോൾ മിഥുൻ മാനുവൽ തോമസ് ആട് 3യുടെ ചിത്രീകരണത്തിൻ്റെ ടൈമും റിലീസ് ടൈമും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി അതിനകത്തെ ഷാജി പാപ്പനെ കാണാനായിട്ട് ജയസൂര്യ അവതരിപ്പിച്ച പ്രധാന കഥാപാത്രം ഷാജി പാപ്പൻ്റെ സുഹൃത്തുക്കളെയും അതിലെ രസകരമായ ഒരുപാട് സംഭവങ്ങളുമൊക്കെ വീണ്ടും കാണാനായിട്ട് കാത്തിരിക്കുകയാണ് മലയാളി പ്രേക്ഷകർ. മാർച്ചിൽ അത് തിയേറ്ററിലെത്തുമെന്നാണ് മിഥുൻ മാനുവൽ തോമസ് അറിയിച്ചിരിക്കുന്നത്. ആട് 3-1 ലാസ്റ്റ് റൈഡ് എന്ന പേരിലായിരിക്കും ഈ സിനിമ പുറത്തിറങ്ങുക എന്നും സംവിധായകൻ അറിയിക്കുന്നുണ്ട്.